കോട്ടയം പാലാ നഗരസഭയിൽ സ്വതന്ത്രരുടെ പിന്തുണ യു.ഡി.എഫിന്. ബിനു പുളിക്കാക്കണ്ടം യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു. മകൾ ദിയ പുളിക്കാക്കണ്ടം അധ്യക്ഷയാകും. കോൺഗ്രസ് വിമത മായ രാഹുൽ ഉപാധ്യക്ഷയാകും. ബിനു, മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവരാണ് യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത്. മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം, ദിയ പുളിക്കണ്ടം, ബിജു പുളിക്കണ്ടം ഇവർ മൂന്ന് പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് യു.ഡി.എഫ് എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ വീതം വെപ്പ്? എങ്ങനെയാണ്? വൈസ് ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു 21 വയസ്സിൽ പ്രായം ഒരു നമ്പർ മാത്രമാണ്. എന്നാലും 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ജോസി, ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പുളിക്കാക്കണ്ടം അംഗങ്ങളുടെ ഈ ഒരു തീരുമാനത്തിന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴിതാ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ധാരണയായത്? അമൃത, കുറെ ദിവസങ്ങളായി നിലനിന്നിരുന്ന സസ്പെൻസ് ഈ ക്രിസ്മസ് ദിനത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. യു.ഡി.എഫിനാണ് സ്വതന്ത്രരുടെ പിന്തുണ. ബിനു പുളിക്കാക്കണ്ടവും കുടുംബാംഗങ്ങളും യു.ഡി.എഫിനെ പിന്തുണയ്ക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതയെ വിജയിച്ച മായ രാഹുലും യു.ഡി.എഫിനെ പിന്തുണയ്ക്കും. യു.ഡി.എഫിന്റെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനമായത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. ദിയ പുളിക്കാക്കണ്ടം ആദ്യ ടൈം നഗരസഭാ ചെയർപേഴ്സണാകും. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സണായി കോൺഗ്രസ് വിമതയെ മത്സരിച്ച മായ രാഹുലിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഐക്യകണ്ഠേനയാണ് ഈ തീരുമാനം എന്നതാണ് യു.ഡി.എഫ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് 21 വയസ്സുകാരി മേയർ ഉണ്ടായതുപോലെ പാലാ നഗരസഭയിലും 21 വയസ്സുകാരി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണ് എന്നുള്ള ഒരു പ്രത്യേകതയും ഈ തീരുമാനത്തിലുണ്ട്. കാലങ്ങളായി ഇടത് വലത് മുന്നണികളോട് യു.ഡി.എഫിനോടും എൽ.ഡി.എഫിനോടും ഒപ്പം നിന്നപ്പോൾ ജോസ് കെ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്ന പാലാ നഗരസഭയുടെ ഭരണം ഒടുവിൽ ജോസ് കെ മാണിക്ക് നിയന്ത്രണമില്ലാത്തൊരു ഭരണസമിതിയിലേക്ക് മാറുകയാണ്. അതായത് യു.ഡി.എഫ് സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി വിജയിച്ച ബിനു പുളിക്കാക്കണ്ടം, മകൾ ദിയ പുളിക്കാക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കാക്കണ്ടം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതയെ മത്സരിച്ച മായ രാഹുൽ എന്നിവരുടെ പിന്തുണയിലാണ് ഇപ്പോൾ യു.ഡി.എഫ് അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങൾ പൂർണ്ണമായും ഈ തീരുമാനത്തെ പിന്തുണച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോഴും ചില ടിസ്റ്റുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏതെങ്കിലും അംഗങ്ങൾക്ക് വിയോജിപ്പുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അത്തരമൊരു വിയോജിപ്പ് ഇല്ല എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിയുക്ത ചെയർപേഴ്സൺ ആയിരിക്കുന്ന ദിയ പുളിക്കാക്കണ്ടത്തിൻ്റെയും പ്രതികരണം വന്നിരിക്കുന്നു. പ്രായം വെറും നമ്പർ മാത്രമാണ്. പാലായുടെ വികസനത്തിനായി തൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ഇടപെടലുകൾ താൻ നടത്തുമെന്നാണ് ദിയ പുളിക്കാക്കണ്ടവും. ജോസി, നേരത്തെ നോക്കുകയാണെങ്കിൽ കക്ഷിനില നോക്കുകയാണെങ്കിൽ എൽ.ഡി.എഫ് 12, യു.ഡി.എഫ് 10, സ്വതന്ത്ര 4 എന്നിങ്ങനെയായിരുന്നു. തകൃതിയായി ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. യു.ഡി.എഫ് ആയാലും എൽ.ഡി.എഫ് ആയാലും പുളിക്കാക്കണ്ടം ഫാമിലിയുമായി ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ ചേർക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എൽ.ഡി.എഫിനൊപ്പം പുളിക്കാക്കണ്ടം ഫാമിലി പോകുന്നു എന്നുള്ള സൂചനകളൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും അമൃത, അത്തരമൊരു രാഷ്ട്രീയ കൗതുകം നിലനിന്നിരുന്നു. ഏറ്റവും അവസാന സമയം വരെ, ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് വരെയും എവിടേക്കാണ് ഇവരുടെ നീക്കം എന്നത് സംബന്ധിച്ച് ഒരു സസ്പെൻസ് നിലനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ.ഡി.എഫിലേക്ക് പോകുമെന്ന് തന്നെ നമ്മൾ അത്തരമൊരു സാധ്യതകൾ പങ്കുവച്ചിരുന്നു. അതായത് മന്ത്രി വി.എൻ. വാസവനും CPM ജില്ലാ സെക്രട്ടറി അടക്കം നേരിട്ട് ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ യു.ഡി.എഫിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നത് ഇവരുടെ സ്ഥാനങ്ങളുമായി
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കോൺഗ്രസ് വിമതയായി മത്സരിച്ച ആളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്കായിരുന്നു കോൺഗ്രസിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നീണ്ടുപോയത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുലിനെ കൂടി പരിഗണിക്കുവാൻ UDF നേതൃത്വം തീരുമാനിച്ചതാണ് അവസാനം ഈ ധാരണയിലേക്ക് എത്തുവാനും അതോടൊപ്പം തന്നെ ഭരണം UDFന് പിടിക്കുവാനും സാധിക്കുന്നതും. അതോടൊപ്പം അതേസമയം തന്നെ ജില്ലയിലെ 6 നഗരസഭകളിലും ഇത് UDFന്റെ ഭരണം വരുന്നു എന്നുള്ളതും കൂടി ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകതയാണ്. എല്ലാ നഗരസഭകളിലും UDF ആണ് ഭരണം കൈയാളുക എന്നത് ഈ പാലാ നഗരസഭയിലെ തീരുമാനത്തോടു കൂടി അതിനൊരു അന്ത്യം വന്നിരിക്കുന്നു. എന്തായാലും